അഭിമന്യ കർദിനാൾ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സഹനദാസനാണ്. നമുക്കറിയാം ഈശോ തന്നെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, പിതാവെ ഞാനും നീ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ലോകം വിട്ട് നിൻ്റെ അടുത്തേക്ക് വരുന്നു, എന്നാൽ അവർ ലോകത്തിലാണ്, അതുകൊണ്ട് അവർ ലോകത്തിന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട്, എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് ഈശോ കുരിശാരോഹണത്തിലേക്കാണ്. അപ്പോൾ ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് യോഹന്നാൻ ഈശോയുടെ കുരിശാരോഹണത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ ആ ഭാഗമാണ് ആലഞ്ചേരി പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നിശബ്ദനായിട്ട് സഹിക്കാനായിട്ട് തയ്യാറാകുന്നത്. എന്നോട് പിതാവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കാം. അങ്ങനെ ഞാൻ പ്രതികരിച്ചതുകൊണ്ട് സഭയ്ക്ക് എന്താണ് നേട്ടം? അതുകൊണ്ട് പ്രതികരിക്കാതെ അദ്ദേഹം നിശബ്ദനായി. അദ്ദേഹം നിശബ്ദനായപ്പോൾ ആ നിശബ്ദതയെ പലരും കുറ്റപ്പെടുത്തി. അപ്പോഴും അക്ഷോഭ്യനായി അദ്ദേഹം ഈ പ്രതിസന്ധികളെ നേരിട്ടു. അദ്ദേഹം വിശ്വസിച്ച പലരും അദ്ദേഹത്തോട് നീതി കാണിച്ചില്ല. ചതിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തോട് നീതി കാണിച്ചില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു ശക്തമായ പിന്താങ്ങായി അവർ വർത്തിച്ചില്ല. അതെല്ലാം അദ്ദേഹത്തിന് വളരെയേറെ വേദന ഉളവാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാന ആചാര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിക്ക് പര്യാപ്തമായ അടക്കത്തോടുകൂടെ തമ്പുരാനിൽ വയ്ക്കുന്ന പ്രത്യാശയുടെ മനോഹരമായ നിദർശനമായിട്ട് അദ്ദേഹം നിശബ്ദനായി പ്രാർത്ഥിച്ചു. ഈ സഹനങ്ങൾക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ നടപടികളെടുക്കാം. പരമാധികാരമുള്ള മെത്രാപ്പൊലീത്തയാണ്. ഒരു നടപടി എടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മുറിവുണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, അസ്വസ്ഥത ഉണ്ടാകുന്നു. അത് വീണ്ടും പ്രതിസന്ധിയെ വേണമെങ്കിൽ വർദ്ധിപ്പിക്കും. അതൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. സഭ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തോട് സഭാതനയർ വിധേയത്വം പുലർത്തണം. അതൊരു നമ്മുടെ നല്ല പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിലേക്ക് എത്താനായിട്ട് വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും സാധിക്കുമെന്ന് ഇവരിൽ പ്രത്യാശ വെച്ച ഒരു വിശുദ്ധനായിട്ടുള്ള മെത്രാപ്പൊലീത്തയാണ് നമ്മുടെ ആലഞ്ചേരി പിതാവ്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കൂ. ഇത്രയും പ്രക്ഷുബ്ധമായ ആ അന്തരീക്ഷത്തിൽ അദ്ദേഹം നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ, ഒരു പൊതുപരിപാടിയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇടറിപ്പോകുന്നില്ല, വാക്കുകൾ പതറിപ്പോകുന്നില്ല. ഉറച്ച സ്വരത്തിൽ വളരെ ഗാംഭീര്യത്തോടു കൂടെ അദ്ദേഹം തൻ്റെ അജഗണങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇത് ഉള്ളിൽ നന്മയുള്ളവനും ഉള്ളിൽ നല്ല ഉറച്ച ബോധ്യമുള്ളവനും നല്ല ദൈവാശ്രയമുള്ളവനും മാത്രം സാധിക്കുന്ന കാര്യമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ളിൽ മനസാക്ഷി കുറ്റപ്പെടുന്ന ഒരാൾക്കും ഇതുപോലെ ധൈര്യപൂർവ്വം പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എത്രയോ വലിയ സമ്മേളനങ്ങളാണ് പിതാവ് ശക്തമായ ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത്. അല്ല, ഉറച്ച ബോധ്യത്തോടുകൂടെ ഉറച്ച ശബ്ദത്തോടുകൂടെ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നൈർമല്യതയും അതുപോലെ തന്നെ മനസ്സിൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശയാണ് കാണിക്കുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് ആലഞ്ചേരി പിതാവിനോട് വളരെ വലിയ ബഹുമാനമാണ്. കാരണം പിതാവ് വളരെ സിമ്പിളാണ്. നമുക്കൊരു ഫോണിൽ അദ്ദേഹത്തോട് സംസാരിക്കാം, ഫോണിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ചെന്നാൽ വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്നു. എന്തിനാണ് എന്നെപ്പോലെയുള്ള ഒരു കൊച്ചച്ഛനോട് അല്ലെങ്കിൽ വലിയ പ്രാഗൽഭ്യമൊന്നും ഇല്ലാത്ത ഒരാളോട് ഇത്ര വലിയ ഔദാര്യത്തോടുകൂടി സംസാരിക്കണമെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിതാവിനെ സംബന്ധിച്ചോളം ആളുകളുടെ വലിപ്പച്ചെറുപ്പമൊന്നുമല്ല, പിതാവിൻ്റെ വലിപ്പമാണ് പിതാവ് എല്ലാവർക്കും കൊടുക്കുന്നത്. ആ വലിപ്പത്തിലാണ് പിതാവ് എല്ലാവരെയും സ്വീകരിക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വളരെ സാധാരണ ആളുകൾ മാറ്റി നിർത്തുന്ന വ്യക്തികളെ പോലും പിതാവ് ചേർത്ത് നിർത്തും, അവരെ കേൾക്കും. താഴ്ന്ന അതെന്താ പറയുക, സമൂഹത്തിൻ്റെ താഴെക്കെട്ടിലുള്ള ആളുകളോട് പോലും പിതാവ് ഉയർന്നവരോട് കാണിക്കുന്ന അതേ മനോഭാവത്തോടെയാണ് ഇടപെടുന്നത്. ഇത് മനസ്സിന് വലിപ്പമുള്ളവർക്കും മഹത്വം ഉള്ളവർക്കും മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം 12.5 വർഷം അതിരൂപതയുടെ അധ്യക്ഷനും ഈ സിറോ മലബാർ സഭയുടെ അധ്യക്ഷനും ഒക്കെയായി നമ്മുടെ കർദിനാൾ പിതാവ് പ്രവർത്തിച്ച കാലഘട്ടം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഒരു കഴിഞ്ഞ 3-4 വർഷമാണ്. പക്ഷേ വളർച്ച, ഈ പ്രതിസന്ധിയുടെ എന്താ പറയുക, ആ ഒരു ചായ്വിൽ അല്ലെങ്കിൽ ആ ഒരു തണലിൽ ഈ വലിയ കാര്യങ്ങളൊക്കെ പലരും മറന്നുപോയി. ഈ പ്രതിസന്ധിയാണ് എല്ലാവരും കാണുന്നത്. പിതാവായിട്ടല്ലേ ഈ സിറോ മലബാർ സഭയ്ക്ക് ലോകം മുഴുവനും മിഷൻ ചെയ്യാനായിട്ടുള്ള സ്പേസ്
തുറന്നു കിട്ടിയത്. ഈ സഭയെ ഇത്രയും വലിയൊരു സഭയാക്കി ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിൻ്റെ വലിപ്പം ഉണ്ടാക്കി കൊടുത്തതിൽ പിതാവിൻ്റെ പങ്ക് വലുതാണ്. പിതാവിൻ്റെ ഈ ഒരു 12 വർഷത്തെ കാലയളവ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടമായിരുന്നു. അവസാനം വന്നപ്പോൾ അദ്ദേഹം അഭിമുഖീകരിച്ച പ്രതിസന്ധി അത് വാക്കുകൾക്ക് അതീതമായ പ്രതിസന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ശാന്തമായിട്ട് ആ പ്രതിസന്ധിയെ നേരിടാൻ കാണിച്ച ശൈലി അത് ഈശോയുടെ ശൈലി തന്നെയാണ്. ഈശോ നമുക്കറിയാം പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒന്നല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞുപോയി, അല്ലെങ്കിൽ അവൻ ആ സ്പേസിൽ നിഷ്ക്രമിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവനെ അറിയാൻ കല്ലുകളെടുത്തു, പക്ഷെ അവൻ അവരുടെ ഇടയിലൂടെ മറഞ്ഞുപോയി എന്ന് പറഞ്ഞവരെ ഈ പ്രതിസന്ധിക്ക് പ്രതികാരം ചെയ്യാനോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനോ അതിനോട് മറുതലിക്കാനോ ഒന്നുമല്ല ഈശോ കാണിച്ചത്. ആ പ്രതിസന്ധിയിൽ നിഷ്ക്രമിച്ചു പോവുക എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ വളരെ നിശബ്ദനായി ആ പ്രതിസന്ധിയെ തരണം ചെയ്തു. ഈശോ അമരത്തുണ്ട് എന്ന് സഭാതനയരെ ബോധ്യപ്പെടുത്തി. കാറ്റിലും കടൽക്ഷോഭത്തിലും ഈ നൗക കിടന്ന് പ്രതിസന്ധിയിൽ ആടിയുലയുമ്പോൾ ഈശോ അമരത്തുണ്ട്, നമുക്കവനെ വിളിച്ചുണർത്താം എന്ന ശൈലിയിലാണ് പിതാവ് ഈ പ്രതിസന്ധിയെ കണ്ടത്. അതുകൊണ്ട് വിശുദ്ധമായ ജീവിതം കൊണ്ട് വലിയൊരു സാക്ഷ്യം നൽകി ഈ ഒരു വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്വയം ഇറങ്ങി മാറുന്നത്. എന്തിനാണ് അദ്ദേഹം ഇറങ്ങി മാറുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പയെ പോലെ സഭയെ ഇനി കരുത്തുള്ള ഒരു നേതാവ് നയിച്ച് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സഭാമക്കളെ സാധിക്കട്ടെ, അതിനൊരു നേതൃത്വം ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാനതിന് തടസ്സം നിൽക്കാതെ മാറിക്കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ആത്മീയതയ്ക്ക്, അല്ലെങ്കിൽ എൻ്റെ ആത്മീയത അതിനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം ഈ സ്ഥാനത്തുനിന്ന് ഇറങ്ങിപ്പോകാൻ കാണിക്കുന്ന മനസ്സ് അത് വലിപ്പമുള്ളവർക്കേ സാധിക്കുള്ളൂ. നമ്മൾ ബെനഡിക്ട് പാപ്പ രാജിവെച്ചപ്പോൾ പറഞ്ഞെന്താണ്, ഹൃദയത്തിൻ്റെ വലിപ്പമാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ സ്ഥാനത്തുനിന്ന് പടിയിറങ്ങാനായിട്ട് ആരും ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ ഒരു വലിയ സ്ഥാനത്തു നിന്നാണ് അദ്ദേഹം സ്വയം ഇറങ്ങി പോകുന്നത്. അത് ഈ സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത്. ഈ സഭയെ അത്രമാത്രം കരുതുന്ന ഒരു വലിയ പിതാവാണ്. ഇനി നമ്മൾ വലിയ മെത്രാപ്പൊലീത്ത എന്നാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത്. നമ്മൾ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത എന്ന് ക്രിസോസ്റ്റോം പിതാവിനെ വിളിച്ച് ഈ പൊതുസമൂഹം അദ്ദേഹത്തെ ആദരിച്ചതുപോലെ സീറോ മലബാർ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ സർവ്വതാ യോഗ്യനായ ആലഞ്ചേരി പിതാവ് അദ്ദേഹത്തിൻ്റെ ഈ വിശ്രമ കാലയളവ് ബെനഡിക്ട് പാപ്പയെ പോലെ പ്രാർത്ഥിച്ചും സഭയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ അനുഷ്ഠിച്ചും തനിക്കുണ്ടായ വേദനയും നോവും എല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് കാഴ്ചവെച്ച് ഈ സഭയെ ഇനിയും വിശുദ്ധീകരിക്കാൻ തൻ്റെ വേദനകളെ മാറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിതാവിനോട് വളരെ വലിയ നന്ദിയും വലിയൊരു ആദരവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്നെ വളർത്തുന്നതിൽ പിതാവിന് നിർണായകമായ ഒരു കയ്യൊപ്പുണ്ട്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പൊസിഷനിലാണെങ്കിലും എൻ്റെ മുൻകാലത്തെ പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ എന്നെക്കുറിച്ച് പിതാവിന് ഒരു കൺസേൺ ഉണ്ടായിരുന്നു, എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെക്കുറിച്ച് ഭാരതമാതാ കോളേജിലെ മാനേജറായിരിക്കുമ്പോൾ പിതാവ് അവിടെ വന്ന് അധ്യാപകരെ അഭിസംബോധന ചെയ്തപ്പോൾ എന്നെക്കുറിച്ച് പിതാവ് പറഞ്ഞത്, ഹീ പ്രൂവ്ഡ് ഹിസ് മെറ്റൽ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ ഇവിടെ മാനേജരാക്കി വെച്ചിരിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞത് ഞാനിപ്പോഴും വളരെ അത്ഭുതത്തോടുകൂടെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അത്രമാത്രം ഒരു വ്യക്തിയെ വ്യക്തിപരമായി അറിയുകയും അതനുസരിച്ച് ആ കഴിവനുസരിച്ച് അദ്ദേഹത്തെ വളർത്തുകയും ചെയ്യാനായിട്ടുള്ള നല്ല മനസ്സുള്ള തുറവിയുള്ളൊരു പിതാവാണ്. ആ പിതാവിനോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾക്ക് അദ്ദേഹത്തിലൂടെ ഈ സഭ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.